ഞാൻ ആരെയാണോ 10% പറഞ്ഞ അവരെനിക്ക് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും പേഴ്സണൽ മെസ്സഞ്ചറിനകത്തൊക്കെ വന്ന് ഭയങ്കരമായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് ചെയ്യുന്നത് പറഞ്ഞാൽ 10% ഞാൻ കുറ്റം പറഞ്ഞ ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്, എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് ചെയ്യുന്നത്. എനിക്ക് അതിനകത്ത് യാതൊരു പരിഭവമില്ല. ഞാൻ ആ പറയുന്ന 10% ആൾക്കാർ കറക്റ്റായിട്ട് എന്നെ തന്നെ വന്ന് കമന്റ് ഇടുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് ഊഹിക്കാവുന്ന ആളുകൾ, ഞാൻ ഊഹിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് ഈ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം പറയാം. ഞാൻ ആരെയാണോ 10% പറഞ്ഞ അവരെനിക്ക് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് സൈഡില്ല. ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നു എന്നാണ് പറഞ്ഞത്. നല്ല കാര്യങ്ങളോട് പറയാം. നല്ല കാര്യങ്ങൾ 90% സിനിമയ്ക്കകത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് അതെന്ന് പറഞ്ഞാൽ വിജയിക്കുന്ന പടങ്ങളുടെ പിന്നല്ലേ. ഞാൻ എക്സാമ്പിൾ ഒരു വ്യക്തിയുടെ ഒരു കാര്യം പറയാം. പേര് ഞാൻ ഇപ്പോഴും ഞാൻ പറയത്തില്ല. ഒരു കൺട്രോളർ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ആ സ്റ്റോറി നേരെ ആ കൺട്രോളർ എടുത്ത് പറഞ്ഞു. ആ കൺട്രോളർ നേരെ അത് ആരെ ആർട്ടിസ്റ്റിനെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞപ്പോൾ എഐക്കകത്ത് ഒരു കൺട്രോളറെ കൊണ്ട് കാണിച്ചു, ഇന്ന ആളാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞപ്പോൾ അത് നേരെ ആർട്ടിസ്റ്റിനെ എടുത്ത് കാണിക്കുകയും അയാളുടെ ഡേറ്റ് എടുത്ത് കൊടുക്കുക, നേരെ പോയി കഥ പറയുകയും പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ആ കൺട്രോളറെ വിളിച്ചിട്ട് പ്രൊഡ്യൂസറിനെയാണ് നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ആ പ്രൊഡ്യൂസറിനെ അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹം പോയി പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറയാൻ പറയുക. അപ്പോൾ നേരെ ആ ഡയറക്ടർ പോയി പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറഞ്ഞു, എന്നിട്ട് അത് ഓക്കെ ആക്കി. അപ്പം അതാണ് കൺട്രോളർ. അങ്ങനത്തെ കൺട്രോൾ ഞാൻ പറഞ്ഞില്ലേ, അത് എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ കാര്യം അയാൾ ആക്കുന്ന പറഞ്ഞ ഡയറക്ടർക്ക് പണിയില്ല. ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ എന്തായാലും അതിനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ കൺട്രോളർ കുറെ കാര്യങ്ങൾ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ആയാലും മറ്റേതായാലും നിങ്ങൾ നേരിട്ട് സംസാരിച്ച് ഇടപെടുത്തിക്കൊള്ളാനാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പ്രൊഡ്യൂസർ പറഞ്ഞേക്കുന്നത് നേരിട്ടിട്ട് ആർട്ടിസ്റ്റിനെ കണക്ട് ചെയ്ത് തരും, ശമ്പളവും കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് സംസാരിക്കുക, ഇത്രയാണ് പറയുന്നത്. അതാണ് കൺട്രോൾ. ഞാൻ പറഞ്ഞു നല്ല ആൾക്കാരും ഉണ്ട്. ഞാൻ ഒരിക്കലും ഈ പറയുന്നത് 10% ആൾക്കാരാണ്. ആ 10% ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ആൾക്കാർക്ക് ഇതെന്നെയാ പറയുന്നത് പറഞ്ഞാൽ എന്നെ വന്ന് കമന്റ് പറയാനേ, മനസ്സിലായോ? ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാനും നേരെ പോകുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എനിക്കും തെറ്റുപറ്റാം, ഞാനും തെറ്റുപറ്റും. എനിക്ക് ബിസിനസ് നഷ്ടം വരാം, നാളെയും വരാം നഷ്ടം വരാം, ചിലപ്പോൾ ലാഭം വരാം, ചിലപ്പോൾ നഷ്ടം വരാം. ഞാൻ നോക്കി ചെയ്തില്ലെങ്കിൽ അതിന്റെ നോക്കി ചെയ്താലും എനിക്ക് നഷ്ടം വരാം, അത് വേറെ സത്യം. ഞാൻ ഈ പറഞ്ഞത് മൊത്തം സിനിമയിലും പിന്നെ ഇതുമായിട്ട് ഈ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്, നടന്നു കഴിഞ്ഞതുമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ വരാം. പുതിയതായിട്ടൊരു സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ വരുന്നതുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരെയും കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് കുറ്റം പറഞ്ഞ ആരാണ് 10% ആൾക്കാരാണെന്ന് എനിക്ക് വന്ന് കമന്റ് അടിച്ചിട്ട് കുറ്റം പറഞ്ഞത്. എന്നാ പിന്നെ അത് ആ കുറ്റം പറഞ്ഞ് നടക്കുന്ന പറയട്ടെ, ഞാൻ മെയിൻ ചെയ്യാറൊന്നുമില്ല, അത് വേറെ സത്യം. ഒന്നും പറയാറില്ല, പറയുന്നത് പറ്റും. ഇനി ആരെങ്കിലും പേഴ്സണലി ഞാൻ പറഞ്ഞ പോലെ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാലോ അല്ല നേരിട്ട് എന്നെ കാണുമ്പോഴും ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം നിങ്ങൾ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പൊ ഈ പറയുന്നതിനെക്കാട്ടും മുന്നേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ വന്ന് ആ കൊള്ളുന്ന ആൾക്കാർ വന്ന് എനിക്ക് കമന്റ് ഇടുന്നോണ്ടൊരു കാര്യം മനസ്സിലായി, അവരൊക്കെ തന്നെയാണെന്ന്. അത് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റവാക്കിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശരി എന്നാ.